ഗൈസ് നമ്മൾ ബസ്സുക കാണാൻ പോവാണ്. വിഷുവിന്റെ അന്ന് സെക്കൻഡ് ഷോക്ക് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിയേറ്റർ എത്തിയത് നല്ല പരിചയമുള്ള ഒരു മുഖം ഞങ്ങളെ നോക്കി വരുന്നു. ഞങ്ങളോടൊന്നും പറയാതെ നൈസായിട്ട് മൂവിക്ക് വന്നതാണ് ആശാൻ. പക്ഷേ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആള് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് പെട്ടു. വെയിറ്റിംഗ് മെഷീൻ കണ്ടപ്പോൾ ഞാനൊന്ന് വെയിറ്റ് നോക്കാൻ കയറിയായിരുന്നേ. അണ്ടർ വെയിറ്റ് ഉള്ളവരെ ഒന്നും കാണിക്കാറില്ല ഗൈസ്. ഇട്ട് പോകാൻ വീണ്ടും വീണ്ടും തിരിച്ച് അതുപോലെ വന്നിരിക്കണം ഗൈസ്. എന്തരാണോ എന്തോ. അങ്ങനെ നമ്മുടെ മൂവി തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇന്റർവെൽ ആവാൻ കാത്തിരിക്കുന്ന പോലെയാണ് കേട്ടോ ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാ സിനിമയ്ക്ക് പോകുന്നത്? തിന്നണതിനിടയിൽ കുറച്ച് സിനിമ കാണാം. അച്ചുകുട്ടിയാണെങ്കിൽ നേരത്തെ സൈഡായിട്ടാ. അങ്ങനെ മൂവി കണ്ടു കഴിഞ്ഞ് ക്ഷീണം തീർക്കാനായി ഞങ്ങൾ ഗോകുലത്തേക്കാണ് പോണത്. പാതിരാത്രി 12 മണിക്കും പട്ടാപ്പകല് പോലെ തോന്നിക്കുന്ന സ്ഥലമാണ് ഗോകുലം. അവിടെ ചെന്നെത്തിയത് എന്റെ കുട്ടി മാന്തിയെന്നും പറഞ്ഞു ഒരു പരാതി. ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ കൊഞ്ചിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കുന്നും പറഞ്ഞ് അതിനെ തർത്തീവാക്കി വിട്ടു. അത് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് വിഷു ഫെസ്റ്റ് കാണാനാണ്. ഫെസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയണ്ടായിരുന്നു. എന്നാ പിന്നെ ഒന്ന് നോക്കിക്കളയാന്ന് പറഞ്ഞു പോയതാ. അവിടെ പോയപ്പോൾ ഞങ്ങൾ കണ്ടതോ ആളൊഴിഞ്ഞ അരങ്ങ് മാത്രം. ഇതാണ് സ്വന്തം നാട്ടിൽ വിഷുവേല വെച്ചിട്ട് വല്ലവിടെയും സിനിമ കാണാൻ പോയി ഞങ്ങൾക്ക് ഇത് തന്നെ വേണം.